തുളസിയോ? എന്താ തുളസി? എന്താ കാര്യം? കാര്യം പറയും തുളസി. ഇങ്ങനെ അകന്നു കഴിയാൻ എനിക്ക് പ്രയാസമാണ്. ഞാൻ കൂടി വരും. എങ്ങോട്ട്? എങ്ങോട്ടായാലും ഞാൻ വരാം. വിജയേട്ടൻ എന്നെ വിളിച്ചാൽ മാത്രം മതി. അത് ശരിയാണോ തുളസി? അങ്ങനെ വിളിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. വിജയേട്ടന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. തുളസിയുടെ അച്ഛനും സഹോദരനും എന്ത് വിചാരിക്കും? ആരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. എനിക്ക് എന്റെ വിജയേട്ടനാണ് വലുത്. അപ്പൊ ഞങ്ങളൊന്നും നിനക്കൊരു പ്രശ്നമേ ഇവൻ വിളിച്ചാൽ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നീ ഇവന്റെ പിന്നാലെ പോവും അല്ലടി? പോവും. നീ പോവും അല്ലടി? അനാവശ്യം കാണിക്കും. ഇതെന്റെ ക്വാർട്ടേഴ്സാണ്. ഇതെന്റെ പെണ്ണാണ്. ആരായിരുന്നാലും എന്നെ കാണാനാണ് ഇവിടെ വന്നത്. എന്റെ മുമ്പിൽ വെച്ച് പൊത്തിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മാറാനാണ് പറഞ്ഞത്. എന്റെ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ മാറും. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം? നീ കാരണമാണ് എല്ലാം സംഭവിച്ചത്. നിന്നെ ഞാൻ പോയി. തുളസിയോ? വന്നിട്ട് ഏറെ നേരമായോ? വരൂ. തുളസി ഇങ്ങോട്ട് പോകുന്ന വിവരം അവിടെ ആരെങ്കിലും അറിഞ്ഞു? ആരും അറിഞ്ഞിട്ടില്ല. കണ്ടോ, വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കാൻ. ചേട്ടന് വേണ്ടി ഏത് കുഴപ്പവും നേരിടാൻ ഞാൻ ഒരുക്കമാണ്. അപ്പോഴേ ഇതൊന്നും ഇവിടെ നടപ്പില്ല. ഇത് കമ്പനി വക ക്വാർട്ടേഴ്സാണ്. അതുകൊണ്ട് ഇങ്ങനെ കാണുന്നവർക്കൊന്നും കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലിത്. പക്ഷെ കാണാൻ കൊള്ളാത്തതൊന്നും ഇവിടെ നടന്നില്ലല്ലോ. വാതിൽ തുറന്നല്ലേ ഇട്ടിരിക്കുന്നത്. തുളസി ആരോട് ചോദിച്ചുകൊണ്ട് ഇവിടെ വന്നു? എനിക്ക് ഇഷ്ടമുള്ളവർ താമസിക്കുന്ന സ്ഥലത്ത് വരാൻ ആരുടെ അനുവാദം ആവശ്യമില്ല. ഇഷ്ടമോ? ഇഷ്ടമൊക്കെ വീട്ടിൽ വെച്ചാൽ മതി. ഇത് ഞങ്ങളുടെ കമ്പനി വക ക്വാർട്ടേഴ്സാണ്. ക്വാർട്ടേഴ്സ് നിങ്ങളുടേതായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളുടെ അടിമയിൽ നിന്ന് എനിക്കിഷ്ടമുള്ളവർ എന്നെ കാണാനുള്ളവർ. അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിവിടെ മാറി താമസിച്ചു. അതുകൊണ്ടല്ല മിസ്റ്റർ വിജയ്, വല്ല അപവാദവും പരന്നാൽ. ഒരു അപവാദവും പരക്കാൻ പോകുന്നില്ല. അഥവാ പരന്നാൽ തന്നെ അത് ഞാൻ സഹിക്കും. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. അത് ഞാൻ അറിഞ്ഞില്ല. ക്ഷമിക്കണം മിസ്റ്റർ വിജയ്, ക്ഷമിക്കണം തുളസി. പരിശോധിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. ഇതാര് വാദന? അങ്ങനെ കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ സെമി ഫൈനൽ പേടിക്കണം. എന്തോതിനെ പേടി? നമ്മൾ ഫൈനൽസും കളിക്കും. കളിക്കാനില്ലാത്തില്ല. പക്ഷെ ആനന്ദ ട്രോഫിയുടെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയം അല്ലേ? അല്ല, 2 വർഷമായിട്ട് ഈ ആനന്ദ ട്രോഫി നമ്മുടെ കയ്യിലാണ്. ഈ വർഷം കൂടെ കഴിഞ്ഞാൽ സ്ഥിരമായി. പിന്നെ ആനന്ദ ട്രോഫിയുടെ കാര്യം വരും. അല്ല, ഈ വർഷം കിട്ടിയില്ലെന്ന് അനുമാനിക്കാനുള്ള കാരണം എന്താ? ആശാൻ എന്തോന്നാ ഈ പറയരുത്. ടീമുമായിട്ടല്ലേ നമ്മൾ ഫൈനലിൽ കളിക്കുന്നത്. അതിനകത്ത് മറ്റവനുണ്ട്. ആരാ? വിജയൻ. ആ, അത് ശരിയാണ്. വിജയൻ ശക്തനായ എതിരാളി. അതുകൊണ്ടാണ് ഞാൻ പേടിക്കണം പറഞ്ഞത്. അതിന് ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നമുക്കും കളിച്ചു നോക്കാം. ആശാൻ ഈസിയായിട്ട് പറയാം. അബദ്ധത്തിലെങ്ങാനും ട്രോഫി കയ്യിൽ നിന്ന് പോയാൽ ഞാൻ ചത്ത് കളിക്കും. ആനന്ദ ട്രോഫി എന്ന് പറഞ്ഞാൽ എനിക്കെന്റെ അന്നക്കുട്ടിയെ പോലെ. ഏതായാലും നമുക്കൊന്ന് നോക്കുകളെ. എന്തായാലും അതൊരു പരീക്ഷണമാണ് കേട്ടോ. ആ, സ്പോർട്സ് അല്ലേ. ഞാൻ പറയുന്നത് ആശ വിചാരിച്ചാൽ നടക്കും. ആനന്ദ ട്രോഫി നമ്മുടെ കയ്യിൽ. എങ്ങനെ മിസ്റ്റർ ജോൺ സ്റ്റീഫൻ തോന്നുന്നു? ആശാൻ വിചാരിച്ചല്ല, പക്ഷെ ആശാൻ വിചാരിക്കണം. എങ്ങനെന്ന് കൂടെ പറയണം. ഞാൻ തുറന്നു പറഞ്ഞേക്കാം. ഫൈനൽസിൽ വിജയം കളിക്കും. അതെങ്ങനെ? അതിനു വേണ്ടി എത്ര രൂപ വേണമെങ്കിലും മുടക്കാവുന്നു. പണം കൊടുത്ത് വിജയനെ മാറ്റിക്കളയാം. അതൊക്കെ ആശാന്റെ യുക്തം പോലെ ചെയ്തിച്ചാൽ മതി.
മുതലാളിയുടെ ബുദ്ധിയുള്ള. ഏതായാലും ഞാൻ അതിനോട് യോജിക്കുന്നു. എന്തുകൊണ്ടില്ല? നമ്മൾ കാരണമല്ലേ വിജയ് ഈ നിലയിലെത്തിയത്. കാരണം എന്ന് പറയണ്ട, നമുക്കും പങ്കുണ്ട്. എന്ന് വെച്ച് വിജയന്റെ ഭാവി തകർത്ത് കളയാം. ഭാവി എങ്ങനെയാ തകരുന്നത്? കൂടി വന്നാൽ KVK കമ്പനി തിരിച്ചുകൂടി വരും. അതിന് കൂടുതൽ ശമ്പളം കൊടുത്ത് ഞാൻ എന്റെ കമ്പനി ജോലി കൊടുക്കും. അപ്പോഴോ? അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ അതിന് കൂട്ടുനിൽക്കില്ല. മാത്രമല്ല എതിർക്കുകയും. അപ്പോഴങ്ങനെയുമായി സ്പോർട്സിന് ചില തത്വദീക്ഷകളെല്ലാം അതിന് നിരക്കാത്ത ഒന്നിനും എന്നെ കിട്ടില്ല. എല്ലാത്തിനും വേണ്ടേ ചില ധാർമ്മിക ബോധം. വളരെ ശരിയാണ്. ആശാൻ പറഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ഗൗരവം എനിക്ക് മനസ്സിലായത്. വാസ്തവം ഇത്രയും ഗൗരവമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. നമ്മൾ മുൻവാതിലിൽ കൂടിയാണ് സമ്മാനം വാങ്ങുന്നത്. പിൻവാതിലിൽ കൂടി വാങ്ങുന്ന സമ്മാനം പൊള്ളയായി. കളിച്ച് ജയിച്ച് ട്രോഫി വാങ്ങും. അതാണ് അന്തസ്. വളരെ വളരെ ശരി. ആശ തൽക്കാലം കാര്യം ഇപ്പൊ ഞങ്ങൾ ഇതേപ്പറ്റി ഒന്ന് ആലോചിക്കട്ടെ. പിന്നെ വിളിക്കട്ടെ. ശരി, അപ്പൊ ഞാൻ ശരി. അയാളെ ഒരു ധാർമ്മിക ബോധം. ധർമ്മവും കിട്ടിയിരുന്നാൽ ആളുകൾ ട്രോഫി കിട്ടും. അയാൾ അങ്ങനെയൊക്കെ പറയുമെന്ന് മുതലാളി ഒന്ന് ധൈര്യം വയ്ക്കും. വിജയനെ ഞാനൊന്ന് കൈകാര്യം ചെയ്തു. എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങളെപ്പോലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അതെ, അതാണ് ചിന്തിക്കേണ്ട കാര്യമെന്ന് ഞാൻ പറഞ്ഞത്. മിസ്റ്റർ വിജയന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ നേട്ടങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. മുതലാളിക്ക് ട്രാഫി കിട്ടി, അത് മറ്റൊരു കാര്യം. പക്ഷെ ഞാൻ നോക്കുന്നത് മിസ്റ്റർ വിജയന്റെ ഭാവിയാണ്. എന്ത് ഭാവി പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? സെമി ഫൈനൽസ് വരെ കളിച്ചിട്ട് പണവുമായി ഫൈനൽസ് കളിക്കാൻ ഒരു കളിക്കാരൻ എന്ത് ഭാവിയാണുള്ളത്? അവൻ സ്വയം പഠിക്കുകയും. അങ്ങനെയാണെങ്കിൽ ഫൈനൽസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രൗണ്ടിൽ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചാലും അതൊരു പന്ത് കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം യുദ്ധരംഗത്തെ മുറിവാണ്. എന്ത് മുറിവ് സംഭവിച്ചാലും പിന്നെ കളിക്കാൻ ഒക്കെയില്ലെന്നുള്ള തീർച്ചയാണ്. അതുകൊണ്ട് രണ്ട് നിർദ്ദേശം വയ്ക്കാം. അതിലേത് സ്വീകരിക്കാം? 700 രൂപ ശമ്പളത്തിൽ മിസ്റ്റർ വിജയൻ മോലാലിയുടെ കമ്പനിയിൽ ഒരു ജോലി, കൂടാതെ മിസ്റ്റർ വിജയൻ ആവശ്യപ്പെടുന്ന മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ ഒരാൾ തരത്തിലുമാണ്. അതവിടെ നിൽക്കട്ടെ. നിർദ്ദേശങ്ങൾ പറയും. ഒന്നുകിൽ മറ്റന്നാളത്തെ ഫൈനലിൽ സുഖമില്ലെന്ന് പറഞ്ഞ് കളിയിൽ പങ്കെടുക്കാതിരിക്കുക. അതല്ലെങ്കിൽ കളി തുടങ്ങി 1-2 മിനിറ്റിനുള്ളിൽ കാലിനെന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞ് കളിയിൽ പങ്കെടുക്കാതിരിക്കുക. ഓഹോ, രണ്ടാമത് പറഞ്ഞതാണ് സേഫായ മാർഗം. ആരെങ്കിലും അവിശ്വസിക്കുമോ? ആരും അവിശ്വസിക്കില്ല. പക്ഷെ എന്റെ മനസാക്ഷി മനസാക്ഷിയും മണ്ണാക്കട്ടെ. ജീവിക്കാൻ പഠിക്കും. ജീവിക്കാൻ മനസാക്ഷി ആവശ്യമില്ലെന്ന് എനിക്ക് ഇതുവരെ തോന്നിയില്ല. അത് നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി. അതുകൊണ്ട് ഇനി നിങ്ങൾ വിധിക്കാൻ വേണ്ടി എഴുന്നേക്കണം. എഴുന്നേക്കണം. നിങ്ങൾ പോയിട്ട് എനിക്ക് വരെ ജോലിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് പോലും ഇഷ്ടപ്പെടും. സ്പോർട്സിന്റെ പദത്തിന്റെ അർത്ഥം പോലും നിങ്ങൾക്കറിയും. മേലുള്ള പദം പറഞ്ഞാൽ നിങ്ങളുടെ നാമർക്കില്ലേ? ഇറങ്ങുപടി. എല്ലാം സംഭവിച്ചോ? പറയാം. ഒന്ന് പറഞ്ഞേ. വിഷമമാണ്. അല്ല മുതലാളിയോ? എന്റെ വിജയ എനിക്കൊരു അബദ്ധം പറ്റും. അബദ്ധമോ? അല്ല, മറ്റൊരാളുടെ വക കമ്പനി കോർപ്പറേഷൻ ഞാൻ വരുന്നത് ശരിയാണോ എന്നെനിക്കൊരു സംശയപ്പെട്ടു. ക്വാർട്ടേഴ്സ് ആരുടേതായാലും ഇവിടെ താമസിക്കുന്നത് ഞാനില്ല. വാസ്തു എന്തൊക്കെയാണെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ആത്മബന്ധമുണ്ടല്ലോ. എവിടെ പോയാലും അത് മറക്കാനൊക്കെ പറ്റുന്നില്ല. മിസ്റ്റർ വിജയനോട് എന്തെങ്കിലും പറയണമെങ്കിൽ വേറെ ആളിനെ പറഞ്ഞുകൊണ്ട കാര്യമുണ്ട്. പക്ഷെ എനിക്ക് ആ ബുദ്ധി പോലും. അതുകൊണ്ടാണ് ഞാൻ ആ ജോൺ സ്റ്റീഫനെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് എന്തു പറ്റി? അയാൾ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം അലങ്കോലമാക്കി. അങ്ങനെ അലങ്കോലമൊന്നും ആയില്ലല്ലോ. ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ അയാളോട് പറഞ്ഞയച്ചത് ഒന്ന്, അയാൾ ഇവിടെ നിന്ന് പറഞ്ഞത് വേറെ. ഇനി അലങ്കോലമാകാൻ എന്തു വേണം? അപ്പോ മുതലാളി പറയാത്ത കാര്യങ്ങളാണോ അയാൾ ഇവിടെ പറഞ്ഞത്? ആണോ അല്ലയോ എന്ന് മിസ്റ്റർ വിജയൻ തന്നെ തീരുമാനിച്ചു. ഞാൻ എണ്ണിച്ചു ഒരു
ഫൈനൽസിൽ കളിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ? അത് വേറെ പ്രശ്നം. ഞാൻ പറഞ്ഞയച്ചതുപോലെ അയാൾ ഇവിടെ വന്ന് പറഞ്ഞോ ഇല്ലയോ അതാണ് എന്റെ ചോദ്യം. പറഞ്ഞാലും ഇല്ലെങ്കിലും ഇക്കാര്യത്തിൽ എന്നെ പ്രതീക്ഷിക്കേണ്ട. വിജയൻ അങ്ങനെ മിസ്റ്റർ വിജയനോട് ഒരു കാര്യം പറയാൻ എനിക്ക് അർഹതയുള്ളതല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഞാൻ കേൾക്കുന്നത്. മിസ്റ്റർ വിജയനെ ഞാൻ എന്റെ ഒരു പങ്കുകാരനാക്കിയത് അല്ലെന്ന് ഞാൻ പറഞ്ഞു. ആദ്യമായിട്ട് ഒരു ജോലി തന്നു ഞാൻ. അത് ഞാൻ നിഷേധിക്കുന്നു. അവിടെ ജോലി ചെയ്തപ്പോഴും ടീമിൽ കളിച്ചപ്പോഴും 100% ആത്മാർത്ഥത കാണിച്ചു എന്നാണ് എന്റെ വിശ്വാസം. ഇന്ന് ഞാൻ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യും. അതേ കമ്പനിയെ കാണിച്ച ആത്മാർത്ഥത തന്നെ ഈ കമ്പനിയിലും ഞാൻ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. നല്ല മുതലാളി പറയാൻ ആത്മാർത്ഥത കാണിക്കണം. പക്ഷെ ആദ്യം എന്നോട് കാണിച്ചിട്ട് പിന്നെ കേൾപ്പിക്കാനാവില്ല. അതെങ്ങനെ? ഒരു കളി 2 ആത്മാർത്ഥത കാണിക്കണം. ആത്മാർത്ഥതയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ആ ആനന്ദ ട്രോഫി വാങ്ങുന്നതിൽ മിസ്റ്റർ വിജയന് എതിരുവല്ലോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. 2 വർഷമായിട്ട് എന്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. ഈ വർഷം കൂടെ കിട്ടിയാൽ സംഗതി സ്ഥിരം. പിന്നെ ഒരുത്തരം കൊണ്ടുപോയി വാങ്ങിച്ചോ മുതലാളി, ഞാൻ അതിനെതിരല്ല. അതുകൊണ്ട് മിസ്റ്റർ വിജയൻ എന്നെ ഒന്ന് സഹായിക്കും. എങ്ങനെ സഹായിക്കാനാണ്? ഇതാ ഇതിരിക്കണം. എന്തായാലും നോക്കേ, ഇത് രൂപയാണല്ലോ മുതൽ. അതെ, 2000 രൂപ. ഇനി വിജയൻ കളിക്കും. ഞാൻ കളിക്കാൻ മുതലാളി രൂപ തരുന്ന എന്തിനാണ്? ആ കളി ഒരു കാര്യം. എത്ര കളിച്ചാലും എങ്ങനെ കളിച്ചാലും എനിക്ക് ട്രോഫി കിട്ടത്തക്ക വിധമായിരിക്കണം കളി. സംഗതി മനസ്സിലായല്ലോ? ഒരു സംശയവും തോന്നുന്നത്. മുതലാളി ജോൺ സ്റ്റീഫനേക്കാൾ ബുദ്ധിമാനാണ്. എന്താ? അതൊരു നല്ല ബുദ്ധി. അപ്പൊ മുതലാളി എനിക്ക് വില കണ്ടത് വെറും 2000 രൂപ മാത്രം. അങ്ങനെയല്ല, ഓരെങ്കിൽ ഇനിയും തരാം. എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. ഏതായാലും തൽക്കാലം ഇത് മുതലാളിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ബാക്കി ഞാൻ തരാമെന്നല്ലേ പറഞ്ഞത്. എത്ര വേണമെന്ന് അറിയാൻ ഞാൻ അങ്ങനെ തരുന്നത്. കൊണ്ട് പോണം മുതലാളി നിങ്ങളുടെ പണം. പന്ത് കളിക്കാൻ വെറും പട്ടികളാക്കരുത്. പന്ത് കളിക്കുന്നതോടൊപ്പം ജീവിക്കാൻ വേണ്ടി ശമ്പളം കൂടുതൽ ആവശ്യപ്പെട്ടു എന്ന് വന്നേക്കാം. ശമ്പളം കൂടുതൽ കൊടുക്കുന്നിടത്ത് പന്ത് കളിക്കാൻ പോയി എന്നും വരും. പക്ഷെ പണം വാങ്ങിച്ചുകൊണ്ട് പന്തുകളിൽ ആരും വഞ്ചന കാണിക്കാറ്. അങ്ങനെ കാണിക്കുന്നവർ ആരായിരുന്നാൽ അവൻ പന്ത് കളിക്കാനുള്ള പേര് അർഹനുമാണ്. അറിയേണ്ടത് പറഞ്ഞു, ചെയ്യേണ്ടത് ചെയ്തു. മാത്തച്ഛൻ മുതലാളിയുടെ കാറ് വളവിൽ കിടക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ എന്തെങ്കിലും വളവ് നടക്കുന്നുണ്ടോ. എല്ലാം കേട്ടോടെ ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു. നിൽക്കണം മുതലാളി, പണം കുടിക്കൊണ്ടോണം. ഞാൻ തന്നെ എടുത്ത് കൊടുത്തേക്കാം. ബിക്കോസ് ഞങ്ങളെല്ലാം സഹ മുതലാളിമാരാണ്. ആനന്ദ ട്രോഫി വേണമെന്ന് വലിയ നിർബന്ധമാണല്ലയോ? ഇല്ലാതെ ഉറക്കം വരില്ല. ഈ ട്രോഫിയോടും അവാർഡിനോടുമുള്ള ഓരോരുത്തരുടെ മോഹത്തെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് കിട്ടിയില്ലേന്നുണ്ട് ഇവന്മാരൊരു മോട്ടിച്ചത്. അവനാരായാലും ഇത്രയധികം ധിക്കാരപ്പെടാം. എന്റെ കരിപ്പോട്ടെ മുതലാളി പറഞ്ഞാൽ മുതലാളി നേരിട്ട് അവന്റെ മുറിയിൽ ചെന്ന് സംസാരിച്ചിരിക്കെ അവൻ എത്ര വലിയ കളിക്കാരനായിരുന്നാലും ശരി അനുസരിക്കേണ്ടതല്ലായിരുന്നു. അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, അവനെ അപമാനിച്ചു കൂടി. അവനോട് ഇതിന്റെ പ്രതികാരം ഞാൻ ചോദിച്ചില്ലെങ്കിൽ ബാക്കി എന്തായാലും ശരി അവനെ കമ്പനിയിൽ വിജയിക്കാനുള്ള പണി നമുക്ക് ഉടനെ ചെയ്യാം. അത് മാത്രം പോരാ, അവൻ തെണ്ടണം. അവൻ ഒരു പണിയും കിട്ടാതെ ഈ റോഡിൽ കൂടെ തെണ്ട് നടക്കുന്നത് ഞാൻ എനിക്ക് കാണാം. ഉടനെ അവൻ ഓടി വന്ന് എന്റെ പൊന്നു മുതലാളി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എന്റെ കണക്ക് വന്ന് വീഴും. മുതലാളി അടങ്ങിയിരുന്നു. ഞാൻ വീഴ്ചനാവുന്നു. ഞങ്ങളോട് വേണ്ടേ? ഇതുപോലെ കടന്ന കൈയായി പോയി. എന്താ എന്തുണ്ടായി? മുതലാളി വിജയനെ കാണാൻ പോയത്. ഇപ്പൊ ഇത് ചോദിക്കാൻ കാര്യം നാട്ടിലൊക്കെ പാടാണോ? അത് നിന്റെ കാര്യം. മുതലാളി വിജയനെ കാണാൻ കുറെ നോട്ടുകെട്ടുമായി പോയി. വിജയൻ നോട്ടുകെട്ട് വാങ്ങി മുതലാളിയുടെ മുഖത്തെറിഞ്ഞു. എന്നിട്ട് പെടലിക്ക് പിടിച്ച് പുറം തള്ളി. അതാണ് വർത്തമാനം. എങ്ങനെ വെളിയിറങ്ങി നടക്കും? പെടലിക്ക് പിടിച്ച് പുറത്തു തള്ളിയൊന്നുമില്ല. അത് വ്യായം. അവിടെ നടന്നൊന്നും എനിക്കറിയണ്ട. മുതലാളിയുടെ ടീമിലെ കളിക്കാരായ ഞങ്ങളെ മുതലാളി എന്നെ അവമാനിക്കില്ലേ ചെയ്ത്? ഞങ്ങൾക്ക് കളിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് വിജയനെ ചാക്കരാൻ പോയത് എന്നൊക്കെയല്ലേ ആളുകൾ പറയുന്നത്. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല രവീന്ദ്രനാഥ്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഞാനും കോച്ചാശാനും സമപ്രായക്കാരാണ്. ക്ഷമിക്കണം. ഇതൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഇനി മുതലാളിയുടെ ടീമിൽ കളിക്കുന്നില്ല. കർത്താവെ ചതിക്കല്ലേ മിസ്റ്റർ രവീന്ദ്രനാഥ്, ഇത് കാര്യമായിട്ട് പറഞ്ഞതാണ്. കളി പറയാൻ നിങ്ങളാരാ? എന്റെ കാമുകിയാണ്. എന്റെ കഴിവിൽ വിശ്വാസമില്ലാത്ത ഒരാളുടെ ടീമിൽ കളിക്കാൻ ഞാൻ തയ്യാറില്ല. ഒരു കളിക്കാരന്റെ പണത്തേക്കാൾ ആവശ്യം വിശ്വാസവും പ്രോത്സാഹനവുമാണ്. ഇവിടെ പ്രോത്സാഹനവുമില്ല, വിശ്വാസവും. ഞാൻ ഇവിടുന്ന് തിരിഞ്ഞു പോവാ. എന്റെ പൊന്ന് രവീന്ദ്രനാഥ്, എന്നെ കൊല്ലരുത്. ഈ അവസരത്തിൽ രവീന്ദ്രനാഥ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചാങ്ക് പൊട്ടി മരിച്ചു പോകും.
നമ്മുടെ ആനന്ദ ട്രോഫി 3-ാം പ്രാവശ്യം കൂടെ നമ്മുടെ കൈ കിട്ടിയിട്ട് ഞാൻ ചത്തോളാം. കർത്താവിന് കൊടുക്കരുത്. അദ്ദേഹം മനഃപൂർവ്വം നിങ്ങളെ അവമാനിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ശുദ്ധഗതിയോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിന് ഇത്രയേറെ മാറ്റി പിടിക്കുന്നത് രവീന്ദ്രനാഥ്. വാശിയാണ്. എനിക്ക് വലിയ അഭിമാനം. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കും. ഇതിൽ കൂടുതൽ മുതലാളി വിഷമിപ്പിക്കരുത് രവീന്ദ്രനാഥ്. ശരി, കൈവിടും. എന്റെ ടീമിന് തിരിഞ്ഞു പോവോ? ഇല്ല. എന്റെ ടീമിൽ കളിക്കുമോ? തിരിഞ്ഞു പോകില്ലെന്ന് പറഞ്ഞാൽ അല്ലേ അർത്ഥം. ഞാൻ പോകും. ഇത്രയും സമയം കൊണ്ട് ഞാൻ പരലോകം കണ്ടു. ഒറ്റാലിക്കിടന്ന് എടുക്കാൻ പോയപ്പോ കുടത്തിക്കിടന്ന് വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞ അവസ്ഥയെ ഞാനും വല്ലാതെ വിഷമിപ്പിച്ചു പോയി. വിഷമിക്കാൻ കണക്ക് തന്നെ ഉള്ളൂ. ആ വിജയന്റെ കാര്യം എങ്ങനെ? മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആനന്ദ് ട്രോഫി മുതലാളിക്ക് തന്നെ കിട്ടും. അത് നിർബന്ധം. പിന്നെ അവനെ ഒന്ന് അടക്കണം. വിജയൻ അടക്കണമെന്ന് പറഞ്ഞാൽ പെട്ടിയിലടക്കണമെന്നാണ്. അത് വേണ്ട. അവനെ നിലത്ത് നിർത്തണം. മുതലാളി വിജയൻ ഫയലിൽ കളിക്കില്ല. അക്കാര്യം അവർ കളിക്കണം, അവർ തോക്കണം, നമുക്ക് ട്രോഫി കിട്ടണം. ശരി, വിജയൻ ഫയലിൽ കളിക്കും. തോക്കും. ട്രോഫി നമ്മൾ വാങ്ങിക്കാം. എന്താ അവന്റെ കൂടൊത്തുമാണ്? അക്കാര്യം മുതലാളി അറിയില്ല. ഒരു 5000 രൂപയും തരാം. സംഗതി സാധിക്കാമെങ്കിൽ 5000 പകരം 50,000 രൂപ ഞാൻ തരും. സാധിക്കാമോ? സാധിക്കാം. ഏറ്റല്ല. അക്കാര്യം ഞാൻ ഏറ്റു. ഏറ്റ പണം ഞാൻ എടുത്തു.